ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞ് നമ്മളുടെ മുറ്റത്ത് കുറച്ച് പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ നമ്മളുടെ പുല്ല് പോകുന്നൊരു മരുന്നുണ്ടല്ലോ, വേരോടെ പോകുന്ന പറഞ്ഞത്, അത് അടിച്ചു കൊടുക്കുകയായിരുന്നു രാവിലത്തെ പണി. പിന്നെ കുറച്ച് വെയിലുള്ളതുകൊണ്ട് അങ്ങനെ അതിന് നിന്നു കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് റവയാണ് കേട്ടോ. റവ ഇവിടെ മോൻക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ നോർമൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ കടുക് വറുത്തിട്ട് അങ്ങനെ വറുത്തെടുക്കും, അതിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, ക്യാരറ്റ്, അതുപോലെ ക്യാപ്സിക്കം, ഉള്ളി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ വേഗം ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഒന്ന് കുറച്ച് പണികളുണ്ട്, സാറ്റർഡേ ആണ്, സ്കൂളില്ലാത്ത ദിവസമാണ്. സ്കൂളുള്ള ടൈമുകളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്കും എനിക്കാണെങ്കിലും നമ്മൾക്ക് കഴിച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം അവർക്ക് ഇഷ്ടപ്പെടുന്ന തന്നെ ഉണ്ടാക്കും കേട്ടോ. ഫുൾ ടൈം അവർക്ക് എന്താ വേണ്ടത് എന്നാലല്ലോ വയറ് നിറച്ച് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ കുട്ടികൾക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ നമ്മളുടെ റവക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ വഴറ്റിയെടുത്ത് അതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റവ എന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്കിതിങ്ങനെ കറക്റ്റ് ആവാറില്ല, അതാണ് മോനക്ക് ഒന്നാമത് ഇഷ്ടമല്ലാത്തത്. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനക്ക് ഇഷ്ടമല്ലാത്തതും അതുകൊണ്ടാണ്. പിന്നെ ഞാനതിന് എങ്ങനെ പിന്നെ നമ്മളുടെ വെറുവറേനെ ആക്കാന്നുള്ളൊരു ഇത് പഠിച്ചു കേട്ടോ. പിന്നെ ശരിയായി. പിന്നെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കയ്യിൽ, വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വന്നതുണ്ടായിരുന്നു. അത് ഞാൻ കുഞ്ഞോൾക്ക് വേണ്ടിയിട്ട് ആക്കി വെച്ചതുണ്ടായിരുന്നു. പിന്നെ ഞോഫിക്കുട്ടിയുടെ അടുത്ത് പോയപ്പോൾ അവൾക്കത് കൊടുത്തു. പിന്നെ വീണ്ടും ഞാൻ കുഞ്ഞോൾക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പിയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്തു, അടിക്കലും തുടക്കലും അതുപോലെ അതൊക്കെ ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് നമ്മളുടെ കിച്ചണിലെ ഷോക്കേസ് കുറേ ദിവസമായി തട്ടിക്കൂട്ടിയിട്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ പണ്ട് പഴമക്കാർ പറയുന്നത് ഉമ്മയും വാപ്പയും അല്ലാതെ എല്ലാതും ഇതിനകത്തുണ്ട് കേട്ടോ. ലിനു ആണെങ്കിലും ഞാനാണെങ്കിലും പിന്നെ സ്കൂളിലുള്ള ടൈമുകളൊക്കെ കൈ കിട്ടുന്നതൊക്കെ അവിടെ പ്ലേസ് ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ നമ്മുടെ ഡബ്ബകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് കേട്ടോ. ഞാൻ കാക്കു വന്ന് പോയതിന് ശേഷം പിന്നെ കിച്ചണിലുള്ള ഷോക്കേസ് ക്ലീൻ ചെയ്തിട്ടില്ല, അതിന് ഒഴിവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗ്ലാസ് ക്ലീനറൊക്കെ വെച്ചിട്ട് നമ്മുടെ കിച്ചണിൻ്റെ ഷോക്കേസിനകത്ത് ഗ്ലാസ്സാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഡബ്ബകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൈപ്പിനടിയിൽ കാട്ടിയിട്ട് കഴുകി വെക്കാനുള്ള ടൈമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ടർക്കി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോക്കേസിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുടച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അതിൻ്റേതായിട്ടുള്ള പൊസിഷനിൽ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്കൊരു മെഡിസിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു, അത് പൊട്ടിയതാണ്. അപ്പോൾ ഇതിൽ എക്സ്പയറി ആയതുകൊണ്ട് അല്ലാത്തത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പയറി ആയതൊക്കെ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല സാധനങ്ങൾ മാത്രം വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മെഡിസിന് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ലീനുവിന് കുടിക്കാൻ നല്ല മടിയാണ് കേട്ടോ. പിന്നെ പനിയാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ അവൾ ഇപ്പോൾ അങ്ങനെ മെഡിസിന് കൊടുന്നാൽ തന്നെ കുടിക്കാറില്ല. പിന്നെ അങ്ങനെ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതിന് നിർബന്ധിക്കാറില്ല കേട്ടോ. അങ്ങനെ അതും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഷോക്കേസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളോട് കുഞ്ഞോൾ വിളിച്ച് പറയുന്നത് നമുക്ക് നൗഫിക്കുട്ടീനെ ഒന്ന് കാണാൻ പോയാലോന്ന്. നൗഫിക്കുട്ടി എന്ന് പറഞ്ഞാൽ അനിയത്തി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ അവളിന്ന് കാണാൻ പോയാലോന്ന്. അപ്പോഴാണ് കേട്ടോ ഈ കൗതുകം കണ്ടത്. ഒരു കുരങ്ങനെ പപ്പായൻ്റെ ഇല പറിക്കുക, എന്നിട്ട് അത് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നമ്മളതിൽക്കൂടെ കാണാറൊന്നുമില്ല. ഇത് എന്തേന്നാവോ ആ ടൈമിൽ ആളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പച്ച പപ്പായൻ്റെ ഇല ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ടൈം നോക്കി അത് പിന്നെ നമ്മളുടെ മതിലിനകത്ത് വന്നിട്ട്, ഇപ്പോൾ ഇത് മുതച്ഛൻ്റെ അവിടെയാണ്. പിന്നെ നമ്മളുടെ മതിലിൻ്റെ അവിടെ വന്നിട്ട് താഴെ പോവുക, പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ വന്ന് കഴിക്കുക, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അനിയത്തിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അവൾ ഗൾഫിൽ നിന്ന് വന്നതാണ്, അവളുടെ വീട് വാഴമ്പുറത്താണ് കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ലീനൂട്ടിൻ്റെ കുസൃതികളാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവർ വന്ന് പെട്ടിയൊക്കെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഉണ്ടോ നമ്മൾ പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാപ്പി ഉമ്മി അവിടുന്ന് അവളുടെ അടുത്ത് കൊടുത്തു വിട്ടത്. അപ്പോൾ അതും മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവളുടെ മോള് സ്കൂളിട്ട് വന്നതാണ് കേട്ടോ ആ ടൈം. അങ്ങനെ ഒരു മോനും മോളുമാണുള്ളത്. മോന് നമ്മളെ കണ്ടപ്പോൾ തന്നെ ആകെ കളി തുടങ്ങിയിട്ടോ, അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവളോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ വന്നത് നമ്മൾ ചേലേങ്കര വീട്ടിലാണ് കേട്ടോ. ചേലേങ്കര വീട്ടിൽ പിന്നെ ബ്രദറും അതുപോലെ വൈഫും മോനും ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്ന് അവനോടൊക്കെ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ളത്.
അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പറ്റില്ല, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞാൽ അവന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതാണ് കേട്ടോ അവൻ്റെ മോനെ, അവനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. പിന്നെ കുറച്ച് ടൈം നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ പാലാട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡ് എത്തിയിട്ട്. അപ്പോൾ മക്കൾക്ക് ഞങ്ങൾ താഴെ വെച്ചു. പിന്നെ നമ്മളൊക്കെ ടേബിളിൽ ഇരുന്നിട്ടും കഴിച്ചിട്ടു. പിന്നെ മക്കൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മന്തി ചിലവർ അൽഫാം പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഷവായി, പുഴുങ്ങിയ കോഴിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെക്കന്മാർ വേണ്ടത് അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മിക്സഡാണ് ചെയ്തതെല്ലാം, അതൊന്നും ഓരോ പീസ് എടുത്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ ടേബിളിലോട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഉമ്മയും വാപ്പയും നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് അത് വല്ലാത്തൊരു സങ്കടം തന്നെയുണ്ട്. അതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ ഉണ്ടെങ്കിൽ, ഇനി വാപ്പ അല്ലെങ്കിലും ഉമ്മ ഉണ്ടെങ്കിൽ നമുക്കത് വേറൊരു ഹാപ്പി മൊമെൻ്റ് ആണ് അല്ലേ. ഇതൊക്കെ എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ചീത്ത അറിയിട്ട്, നമ്മളൊരു സ്പ്രിംഗ് ബെഡ് ഉണ്ട്, അതിനകത്ത് അവർ ചാടിയും കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഉണ്ടാകുന്ന ടൈമിൽ തന്നെ അവർ ചാടിയിട്ടുണ്ടെങ്കിൽ ഉമ്മ ചീത്ത പറയിട്ട് ചെയ്യണ്ട, അതിന് സ്പ്രിംഗ് പൊട്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പോയപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് അവിടുന്ന് കൊടുന്നു കേട്ടോ. പിന്നെ ഏതായാലും പോയതല്ലേ, കുറച്ച് മന്തി ബാക്കി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നാത്തൂന് അതൊരു ബോക്സിലാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, മോൾക്ക് വേണമെങ്കിൽ രാവിലെ സ്കൂൾക്ക് അത് കൊടുത്ത് വിടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൊണ്ടുമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ടൈം വണ്ടിയൊക്കെ പുറത്തേക്ക് എടുത്ത് അവിടെ കുറച്ച് നേരം കൂടെ സംസാരിച്ചിരുന്നു കേട്ടോ. സിറ്റ് ഔട്ടിൽ മക്കളവിടെ കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പത്തിന് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ക്യാമറയിൽ ഞങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവിടെ എത്തിയോ എന്താണെന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ സംസാരിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഉമ്മാനോട് കുറച്ച് ടൈം അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നു. അപ്പോഴേക്കും പിന്നെ നമ്മളുടെ ഹെന്ന കുറച്ച് അച്ചാറും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലി നമ്മൾ ഇവളോട് പോവാന്ന് പറഞ്ഞ് പോയി ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇത്രയൊക്കെയുള്ള വീഡിയോ എടുത്ത്